വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ ഷോർട്ട് റെസിപ്പി സീ ഫുഡ് കട്ട്ലറ്റ്. ഫിഷ് കട്ട്ലറ്റ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചുമ്മാ റെസിപ്പി ക്ലിയർ അല്ലായിരുന്നു, എന്നാലും കാണിച്ചിട്ടുണ്ട്. അത് ട്രൈ ചെയ്തപ്പോഴാണ് ഈ സീ ഫുഡ് കട്ട്ലറ്റ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഐഡിയ വന്നത്. അപ്പോൾ ഞാൻ 250 ഗ്രാം ചെമ്പല്ലി എടുത്തിട്ടുണ്ട്. നെയ്മീനായാലും യൂസ് ചെയ്യാം, കാളാഞ്ചി ആയാലും യൂസ് ചെയ്യാം. പ്രോൺസും 250 ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട്. ആൻഡ് ക്രാബ് ഒരു വലിയ മഡ് ക്രാബ് എടുത്തിട്ടുണ്ട്. ഫിഷ് എപ്പോഴും ഫില്ലയുടെ ഒരു ഭാഗം, അതെപ്പോഴും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു മേടിക്കണം കേട്ടോ, ഒരു ഭാഗം ഫില്ലേ. അപ്പോൾ ഈ കട്ട്ലറ്റും എല്ലാം കൂടി ഒറ്റ ഒരു മീൻകറി പോലെയൊക്കെ വെക്കാണ്ട് പലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ പീസ് ഫിഷ് ആണെങ്കിലും പ്രോൺസും ഇതുപോലെ മിക്സ് ചെയ്ത് കട്ട്ലറ്റൊക്കെ ആക്കാൻ പറ്റും. പ്രോൺസ് ഞാൻ വൈറ്റ് പ്രോൺസ് മേടിച്ചേക്കണം, ഏത് സൈസ് ആയാലും മതി. അപ്പോൾ മീനിലും ചെമ്മീനും മഞ്ഞപ്പൊടിയും ഉപ്പും പെപ്പറും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ കട്ട്ലറ്റ് ആക്കണേ. ക്രാബ് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് കൊണ്ടുപോയേക്കാം. ഉപ്പ് ചെറിയൊരു പിഞ്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം നമ്മളിനി പിന്നെ സവാളയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇടാനുള്ള കാരണം. പിന്നെ ഇത് നിങ്ങൾക്ക് മീൻ മാത്രമായിട്ടും ചെയ്യാം, ഈ സെയിം റെസിപ്പി. ചെമ്മീൻ മാത്രമായിട്ട് ചെയ്യാം, ക്രാബ് മാത്രമായിട്ടും ചെയ്യാം. ഏതാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം, എന്നിട്ട് വേണം നമുക്ക് ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഒന്ന് രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. നമുക്ക് ഉടച്ചെടുക്കാൻ പാകത്തിനൊന്ന് വെന്താൽ മതി. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടാം. ഏകദേശം ആവാറായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മീനും പ്രോൺസും മാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാം. ക്രാബും പ്രോൺസും മിക്സ് ചെയ്ത് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ വെള്ളം വറ്റിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പ്രോൺസിൽ ഞാൻ അധികം വെള്ളം ഒഴിക്കണില്ല, വെള്ളം എന്തായാലും വരും. കട്ട്ലറ്റിൻ്റെ പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഒന്ന് വേവിച്ചാൽ മതി. ഇനി ഈ പ്രോൺസ് മാത്രം മിക്സർ ജാറിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരണം. ഒരുപാട് പേസ്റ്റ് ആയവേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഫിഷ് കൈ കൊണ്ട് തന്നെ ഒന്ന് മാഷ് ചെയ്താൽ മതി. ഫിഷ് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. ആൻഡ് പ്രോൺസ് ചൂടാറിയിട്ട് ഗ്രൈൻഡ് ചെയ്യുക മിക്സർ ജാറിൽ. ഇനി കോക്കനട്ട് ഓയിൽ കുക്ക് ചെയ്യണതാണ് നല്ലത്. കോക്കനട്ട് ഓയിൽ. സവാള ദേ ഇതുപോലെ പൊടി പോലെ അരിഞ്ഞത് മീഡിയം സൈസ് 3 എണ്ണം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മീഡിയം സൈസ് 2 പീസ്. വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ മല്ലിയില, വേപ്പില എല്ലാം പൊടി പോലെ അരിഞ്ഞു. ആദ്യം സവാള സോട്ട് ചെയ്യാം, കട്ട്ലറ്റൊക്കെ ചെയ്യണ പോലെ തന്നെ. ഇഞ്ചി 2 ടീസ്പൂൺ ചെറുതായിട്ട് അരിയണം കേട്ടോ, അതാണ് മെയിൻ തിങ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ 10 എണ്ണം പൊടി പോലെ അരിഞ്ഞത്. പച്ചമുളക് ഒരു 4 എണ്ണം പൊടി പോലെ അരിഞ്ഞ്. കട്ട്ലറ്റിൻ്റെ മെയിൻ ടേസ്റ്റ് തന്നെ എല്ലാം പൊടി പോലെ അരിയല. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആവട്ടെ. ഉപ്പ്, പെപ്പർ ഒരു ചെറിയ ക്വാണ്ടിറ്റി. എപ്പോഴും ഫ്രഷ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത പെപ്പറാണ് നല്ലത്. അതിന് ഒരുപാട് പൊടിഞ്ഞു പോയ പെപ്പറല്ല, ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ആയിട്ടിരിക്കുന്ന പെപ്പർ യൂസ് ചെയ്യണം നല്ലത്. ഇതുണ്ട്. അപ്പോൾ പ്രോൺസ്, ഫിഷ് നമ്മൾ വേവിച്ചിട്ടു. ആൻഡ് ക്രാബ് മാത്രം ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഉള്ളിൽ നിന്ന് മീറ്റ് മാത്രം എടുത്തിട്ട് ഷെല്ല് വീഴാണ്ട് ശ്രദ്ധിക്കണേ. പ്രോൺസ് ആൻഡ് ഫിഷ് ഇത് സ്പെഷ്യൽ ഒക്കേഷനൊക്കെ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീക്ക്ലി മേടിക്കണ എല്ലാ ചെമ്മീനിൽ നിന്നും മീനിൽ നിന്നൊക്കെ ഇത്തിരി മാറ്റി വെക്കാം, എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ക്രാബ് നമ്മൾ പച്ചയ്ക്ക് തന്നെ ആഡ് ചെയ്യാം. ഇനി സീ ഫുഡ് കട്ട്ലറ്റിന് മാത്രം അധികം മൊരിയണ്ട, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ പോകും. അതുപോലെ തന്നെ മീൻ ഏതായാലും സീ ഫുഡിൻ്റെ ഏത് കട്ട്ലറ്റ് ചെയ്യുകയാണെങ്കിലും ഒരുപാട് മൊരിയാണ്ടിരിക്കണമെന്ന് നല്ലത്. ക്രാബും പ്രോൺസൊക്കെ വന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഗരം മസാല മാത്രം മതി. അത് എല്ലാ കട്ട്ലറ്റിനും അങ്ങനെ തന്നെയാണല്ലോ ഗരം മസാല. ഞങ്ങളിത് ഇവിടെ എല്ലാ മസാലപ്പൊടികളും ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് അത്രയും യൂസ്ഫുൾ ആട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ആദ്യം ഇടുക, എന്നിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യണ ഗരം മസാല, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അത്. ഓവറായിട്ട് മസാല ഇടണ്ട, കാരണം അപ്പോൾ സീ ഫുഡിൻ്റെ ആ ഫ്ലേവർ പോകും. ഞാൻ ഒരു ഇത്തിരിയും കൂടി ഒരു പിഞ്ചും കൂടി മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും ആഡ് ചെയ്യാം കുറച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് പൊരിയണ്ട. ഇനി മല്ലിയില ഒരു ചെറിയൊരു പിടി, അതുപോലെ തന്നെ കറിവേപ്പില ഇടുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇടാൻ. കറിവേപ്പില മല്ലിയിലേക്കാളും കുറവ് മതി. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. പൊട്ടേറ്റോ ഒരു വലിയൊരു പൊട്ടേറ്റോ 250 ഗ്രാംസിൻ്റെ അതിങ്ങനെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്, കട്ട്ലറ്റ് ചെയ്യണ പോലെ. അതിൻ്റെ കൂടെ ക്യാരറ്റ് എന്നല്ല സീ ഫുഡ് കട്ട്ലറ്റിന്, സീ ഫുഡ് അല്ല ഫിഷ് ഓർ പ്രോൺ കട്ട്ലറ്റിന് ക്യാരറ്റ് ഒരു മീഡിയം സൈസ് തന്നെ ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് നമ്മുടെ മിക്സിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് നമ്മൾ എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും വഴറ്റി കഴിഞ്ഞിട്ടും കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യാം, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത്രയും മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓവറായിട്ട് മൊരിയണ്ട. എന്നിട്ട് ഉപ്പ് കറക്റ്റ് ആയിരിക്കണേ. ഇനി നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്ത പോലെ തന്നെ റസ്ക് പൊടിയും മുട്ടയൊക്കെ മുക്കി ഫ്രീസ് ചെയ്യാം. ചൂടാറിയിട്ട് നമുക്ക് പിടിക്കാം. സീ ഫുഡ് കട്ട്ലറ്റിന് ഷേപ്പ് എനിക്ക് വ്യത്യാസപ്പെടുത്താനായിട്ട് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പ് ആക്കിയാലോന്ന് ഓർക്കാം. പെർഫെക്റ്റ് സ്ക്വയർ ആവണില്ലല്ലോ, ഇങ്ങനെ ആക്കി വെക്കട്ടെ. എന്നിട്ട് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ഒരു 35 എണ്ണം ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇത്തിരി കൂടുതൽ ഉണ്ടാവും തോന്നുന്നു. ഇതിന് കുറച്ചും കൂടി കൂടുതൽ വേണം. ഇനി റസ്ക് എപ്പോഴും ഇങ്ങനെ കല്ലുകൊണ്ട് പൊടിക്കണം എന്നല്ല കേട്ടോ, മിക്സർ ജാറിൽ ഇടുന്ന ടെക്സ്ചർ നല്ലതല്ല കട്ട്ലറ്റിന്. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൽ ഇട്ടിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കല്ല് വെച്ച് പൊടിച്ചെടുക്കുക, അതെപ്പോഴും എല്ലാവരും ചെയ്യണ പോലെ തന്നെ. പിന്നെ ഈ സെയിം ഇത് ട്യൂണ
ട്യൂണ കൊണ്ടും ചെയ്യാം, അങ്ങനെ മുള്ളില്ലാത്ത മീനുകൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഈ റെസിപ്പി. കൂടുതൽ നല്ലത് നെയ്മീനും ചെമ്പല്ലിയും ട്യൂണയൊക്കെ ആയിരിക്കും. ചെറിയ തരി ഉണ്ടാവണം. ഇനി മുട്ട നമ്മൾ സാധാരണ കട്ട്ലറ്റ് ചെയ്യണ പോലെ മുട്ടയിൽ മുക്കിയിട്ട് ഈ ഇതിൽ ക്രംസിലും മുക്കിയിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുങ്ങണേ. ചിലർ ഫ്രഷ് ബ്രെഡും ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ റസ്കിന് പകരം മുക്കും. ഫ്രഷ് ബ്രെഡ് അല്ല, പഴയ ബ്രെഡ്, ഒരു ദിവസം പഴയത്, അതായാലും വലിയ കുഴപ്പമില്ല. ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്, പക്ഷെ അതും നല്ല. അപ്പോൾ ബ്രെഡ് ബാക്കി വന്ന് അങ്ങനെ യൂസ് ചെയ്താൽ മതിയേ. പതുക്കെ ക്രഷ് ചെയ്താൽ മതി. ജിജോനൊക്കെ ഈ റസ്ക് പൊടിയുടെ ടേസ്റ്റാണ് ഇഷ്ടം. ഇനി ഫ്രീസ് ചെയ്യാനായിട്ട് അടിയിൽ കുറച്ച് റസ്ക് പൊടി ഇടാം. നമ്മുടെ കട്ട്ലറ്റ് വെക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ വേറൊരു ലെയർ വെച്ചിട്ട് വേണം മുകളിലോട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതൊരുമാതിരി എല്ലാ ഫ്രീസ് ചെയ്യുന്ന സാധനങ്ങളും അങ്ങനെ ചെയ്യണമെന്നല്ല. അതുപോലെ തന്നെ മുകളിലോട്ട് വെക്കാം, നേരത്തെ വെച്ച പോലെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ റെസിപ്പി കമ്മിങ് സൂൺ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അത് വേണമെന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്തായിരുന്നു. ഒരു 10 എണ്ണം അങ്ങോട്ട് കൊടുത്തു വിടുക. ഈ കോക്കനട്ട് ഓയിലല്ലേ നമ്മൾ യൂസ് ചെയ്തത്, അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ വറുക്കാനും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് വരും. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്യുക വറുക്കാൻ. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാവുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണ കുടിക്കാണ്ടിരിക്കാനായിട്ടോ ഞാൻ ഓയിൽ എപ്പോഴും നന്നായിട്ട് ചൂടാവണമെന്ന് പറഞ്ഞത്. ലോ ഫ്ലെയിമിൽ ഇട്ടോ ഞാൻ. ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കരിഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി എപ്പോഴും കട്ട്ലറ്റൊക്കെ നമ്മൾ ഈ അടുപ്പിൽ നിന്ന് എടുക്കണേക്കാൾ മുമ്പ് ഒന്ന് തീ കൂട്ടി വെക്കുക. ഈ തീ കുറഞ്ഞ് തന്നെ കിടന്നു കഴിഞ്ഞാൽ എണ്ണ കുടിച്ച പോലെ വരും. അതെല്ലാ ഫ്രൈഡ് സാധനങ്ങളും അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം എടുക്കുക. ഇനി കട്ട്ലറ്റിന് എപ്പോഴും മയോണൈസിൻ്റെ കൂടെ ഈ സവാളയും കൂടി അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റാണ്. ആൻഡ് ഇച്ചിരി ഉപ്പും പെപ്പറും. ഇനി വേണമെങ്കിൽ നമുക്ക് ആ ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്ത കോമ്പിനേഷനും നല്ല, വിത്ത് സവാള. നമ്മുടെ സീ ഫുഡ് കട്ട്ലറ്റ് കുഴപ്പമില്ല. പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ മതി, വേറെ ഒന്നും ഗാർണിഷ് ചെയ്യാനില്ലെങ്കിൽ. ഇനി ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യട്ടെ. മയോണൈസിൻ്റെ ഇതും ഇത് നിങ്ങൾ എന്തായാലും ഈ അടുത്ത് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട, വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യാൻ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബൈ.